വിശുദ്ധ റംസാൻ മാസത്തിൽ നടന്ന ആ ഒരു യുദ്ധം തീർച്ചയായും വലിയ വൈകാരികമായ ഒരു അനുഭവമാണ്, ഒരു വൈകാരികമായ ഞെട്ടലാണ് ഇസ്ലാമിക ജനതയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യമായ ഇറാൻ, ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ മറ്റു ചില ഇസ്ലാമിക രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ മറുപക്ഷത്ത് നിൽക്കുന്നു. ഇറാനെതിരെ എന്ന് പറയാനാവില്ല എങ്കിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാന്റെ ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്തു. അപ്പൊ സങ്കീർണമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഒരു മത മേലധ്യക്ഷൻ കൂടിയാണ് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് കൂടിയായ ആയത്തുള്ള അലി ഖൊമേനി വധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ്. അമേരിക്കയുടെ ഒന്നാം നമ്പർ ശത്രു എന്ന് വേണമെങ്കിൽ പറയാം. കാലാകാലങ്ങളിൽ ഒന്നാം നമ്പർ ശത്രു മാറിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് ഇറാഖിന്റെ നേതാവ് സദ്ദാം ഹുസൈൻ ആയിരുന്നു. പിന്നീട് അത് ലിബിയയുടെ ഏകാധിപതി കേണൽ ഗദ്ദാഫിയായി മാറി. ഇപ്പോൾ അത് ഏറെക്കാലമായി ആയത്തുള്ള അലി ഖൊമേനി ആയിരുന്നു. ആയത്തുള്ള അലി ഖൊമേനി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം അമേരിക്ക ഉദ്ദേശിക്കുന്ന ഭരണമാറ്റം ഇറാനിൽ സാധ്യമാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഭരണമാറ്റം സാധ്യമാകണം എങ്കിൽ ഇറാനിൽ ഒരു ഭരണം ഏറ്റെടുക്കാൻ ഒരു ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് ഉണ്ടാകണം. ജൈവികമായി ഉയർന്നു വന്നൊരു പ്രതിപക്ഷം ഇറാനില്ല എന്ന് ഓർക്കണം. അത് മാത്രമല്ല, ഇറാനിൽ ഈ ഖൊമേനിക്ക് ശേഷം ആരാണ് ചുമതല ഏറ്റെടുക്കേണ്ടത് എന്നത് ഇപ്പോഴത്തെ റെജീമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ചിന്തയുണ്ട്. ഒരു 3 അംഗ കൗൺസിലാണ് ഖൊമേനിയുടെ ഭരണശേഷം അധികാരത്തിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഈ 3 അംഗ കൗൺസിലാണ് കാര്യങ്ങൾ നയിക്കുന്നത്. ഖൊമേനിയുടെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖൊമേനി ആയിരിക്കും പരമോന്നത നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്നത്. അത് മാത്രമല്ല, അലി ലാർജാനി എന്ന ആളിന്റെ ചുമതലയിലാണ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ കനത്ത നാശനഷ്ടങ്ങൾ. സർ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ഒരു യുദ്ധ സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ഇറാൻ സൈനികമായിട്ട് പരാജയപ്പെട്ടാൽ എന്തായിരിക്കും ഒരു സ്ഥിതി ഉണ്ടാവുക? അപ്പോൾ പിൻഗാമി ചർച്ചകളൊക്കെ ഇല്ലാതാകില്ലേ? ആത്യന്തികമായി സൈനികമായി ഇറാൻ പരാജയത്തിലേക്ക് നീങ്ങും. ഇവിടെ കരസേനയുടെ ഒരു ധാരാളിത്വം ഇറാനുണ്ട്. ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം സേനാ അംഗങ്ങൾ, 2-3 ലക്ഷം റിസർവ് സൈനികർ, അങ്ങനെ 7-8 ലക്ഷം പേരുടെ ഒരു വലിയ പെരുമ വേണമെങ്കിൽ ഇറാൻ അവകാശപ്പെടാം. കരസൈന്യത്തിലെ ഒരാൾക്ക് പോലും ഈ യുദ്ധത്തിൽ പങ്കാളിയാവാനാവില്ല. യുദ്ധം നടക്കുന്നത് ആകാശങ്ങളിലാണ്. ആകാശങ്ങളിൽ വെച്ച് തന്നെ യുദ്ധം ജയിക്കാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി. പക്ഷെ ആകാശങ്ങളിൽ മേധാവിത്വം ഉള്ളതുകൊണ്ട് മാത്രം കരയിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകണം എന്നില്ല. അത് സംഭവിക്കണമെങ്കിൽ ഒരുപക്ഷെ കരാഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കാനാവുമോ എന്നാവും ഇറാന്റെ ചിന്ത. അവിടെയാണ് ഇറാന്റെ ഡിഫൻസീവ് കേപ്പബിലിറ്റീസ് ഉള്ളത്, ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് കേപ്പബിലിറ്റീസ് ഉള്ളത്. കാരണം ഒരു കരയുദ്ധത്തിലൂടെ ഒരു രാജ്യത്തെയും പൂർണ്ണമായി കീഴ്പ്പെടുത്താനാവില്ല എന്ന് സമീപകാല ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റഷ്യക്ക് ഉക്രൈന്റെ മേൽ ആധിപത്യം പുലർത്താനായി എങ്കിൽ പോലും, 20% ടെറിട്ടറി പിടിക്കാനായി എങ്കിൽ പോലും, ഉക്രൈൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി പിടിച്ചടക്കാനും അവിടെ ഒരു അധികാര കൈമാറ്റം കൊണ്ടുവരാനും റഷ്യക്ക് കഴിഞ്ഞില്ല. അതിശക്തമായ രാജ്യമാണ്, അയൽ രാജ്യമാണ് റഷ്യ എന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ വളരെ അകലെ കിടക്കുന്ന അമേരിക്കയ്ക്ക് ഇത്രയധികം ബഹുഘാതം മാറിക്കിടക്കുന്ന ഇറാനിൽ ഒരു അധികാര കൈമാറ്റം ക്ഷിപ്രസാധ്യമാവും എന്നൊന്നും കരുതാനാവില്ല. വെനിസ്വേലയിലെ സാഹചര്യമല്ല ഇറാനിൽ. വെനിസ്വേല എന്ന് പറയുന്ന അപ്രതീക്ഷിതമായ നീക്കമാണ്. അമേരിക്കയുടെ വലിയ ബിൽഡപ്പ് ഉണ്ടായിരുന്നു, കാര്യമായ റെസിസ്റ്റൻസ് ഉണ്ടായില്ല, ദുർബലമായ ഒരു ഭരണകൂടമായിരുന്നു. ഇതിനുള്ളിൽ തന്നെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു പുതിയ ഓൾട്ടർനേറ്റ് പ്ലാൻ അവിടെ ഹാച്ച് ചെയ്യപ്പെട്ടിരുന്നു നിഗൂഢമായി. അതുതന്നെ ആ ഒരു മുൻപേ തന്നെ തയ്യാറാക്കിയ ഒരു തിരക്കഥ ആടി തീർക്കുകയായിരുന്നു വെനിസ്വേലയിൽ ചെയ്തത്. സമാനമായ രീതിയിലല്ല ഇറാനിൽ ഏറെക്കാലമായി യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടന്നുകയറ്റത്തെ ചെറുക്കാനായി ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള മുതലായവരെ എല്ലാം തന്നെ സജ്ജമാക്കിയുള്ള ഒരു പോക്കായിരുന്നു വർഷങ്ങളായി ഇറാൻ. 47 വർഷമായി ഇറാനിൽ തുടരുന്ന ഈ വ്യവസ്ഥ, ആ വ്യവസ്ഥ ഫേംലി എൻട്രഞ്ച്ഡ് ആണ്. ഒരു നിമിഷം കൊണ്ട് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിച്ച ഒരു നേതൃത്വമാണ് അല്ലെ ഇല്ലാതെ. പക്ഷെ ഒരു അവകാശം ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. 1979 ഇറാനിയൻ റവല്യൂഷൻ, വിപ്ലവം നടക്കുന്നത്. ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ പുതിയതായി ഒരു ഭരണകൂടം നിലവിൽ വരികയാണ്. അന്ന് മുതൽ തന്നെ ഇറാന്റെ പൊളിറ്റിക്കൽ DNA-യിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. അതിനുശേഷം 10 വർഷത്തെ ആദ്യ ഖൊമേനിയുടെ കാലഘട്ടത്തിന് ശേഷം 1989 ആയത്തുള്ള അലി ഖൊമേനി ചുമതല ഏറ്റെടുക്കുന്നു. അദ്ദേഹം തന്നെ 3 പതിറ്റാണ്ടിലധികമായി ഇറാന്റെ ഭാഗധേയം നിർണ്ണയിക്കുകയാണ്. സിംഗിൾ ലാർജസ്റ്റ് അച്ചുതണ്ട് ശക്തി എന്ന് പറയാവുന്ന ഒരു ശക്തി തന്നെയാണ്.
ഒരു വ്യക്തി എന്ന നിലയിൽ കാണുന്നത് മാത്രമല്ല, ഒരു സിസ്റ്റത്തിന്റെ തലപ്പത്തുള്ള ഒരു വ്യക്തി. ആ വ്യക്തി മാറിക്കഴിഞ്ഞാൽ അതേ സിസ്റ്റം നിലനിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു പിൻഗാമി ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇറാന്റെ സമുന്നതരായ ഒരുപാട് നേതാക്കന്മാർ IRGCയുടെ തലവനെ വധിച്ചു എന്നാണ് റിപ്പോർട്ട്. അതുപോലെ ഇറാന്റെ ആണവ പദ്ധതിയുടെ തലപ്പത്തുള്ള ആളുകൾ അനവധി പേരാണ് കാലാകാലങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതുപോലെ ഇറാന്റെ സൈന്യത്തിലെ ജനറൽമാർ പലരും കൊല്ലപ്പെട്ടതായി വാർത്തയുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്ത്രപ്രധാനമായ തസ്തികകളിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ, രാഷ്ട്രീയ നേതൃത്വം, ഈവൻ ഇറാന്റെ പ്രസിഡന്റ് പോലും വധിക്കപ്പെട്ടത് ഒരുപക്ഷെ ഒരു വിമാനാപകടത്തിൽ മരിച്ചു എന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശ്രമം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട്. അതുകൊണ്ട് ഇറാൻ അധികം കാലം പിടിച്ചു നിൽക്കാനാവില്ല. പക്ഷേ ഇറാന്റെ പ്രതീക്ഷ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ കഠിനമായ കരയുദ്ധത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാകും എന്ന പ്രതീക്ഷയിലാണ് ഇറാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.